അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ വരാൻ പോവുകയാണ്. പള്ളിയിലോ അല്ലാത്തവിടെയോ കണ്ടുമുട്ടിയാൽ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യുമ്പോൾ പരസ്പരം ദോഷങ്ങൾ വിട്ടുപൊറുക്കുന്ന ദുആഉം നടത്തണം. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയണം. രണ്ട് കൈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മുസാഫഹത്ത് ചെയ്യണം എന്നതൊക്കെ അതിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്. അതോടൊപ്പം തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നുള്ള പ്രാർത്ഥനയും നൽകണം. അതാണ് സ്വഹാബത്തുൽ കിറാം ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ ഈദുൽ ഫിത്ർ ആശംസ എന്ന് പറയും, അതിനിക്ക് മറുപടിയായി സെയിം ടു യു എന്നൊക്കെ പറയലുണ്ട്, ഇംഗ്ലീഷ് പദങ്ങൾ. അതൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളല്ല. സുന്നത്തായ കാര്യങ്ങൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയണം. ഇവിടെ ഹദീസിൽ കാണാം, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖൗ യൗമൽ ഈദ്, അവർ പെരുന്നാൾ ദിവസം കണ്ടുമുട്ടിയാൽ യഖൂലു ബഅ്ളുഹും ലിബഅ്, പരസ്പരം പറയാറുണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ് പറയാറുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ അബ്ദൈനി മുതഹബ്ബൈനി ഫില്ലാഹ്, അല്ലാഹുവിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് അടിമകൾ, യസ്തഖ്ബിലു അഹദുഹുമാ സ്വാഹിബഹു ഫയുസാഫിഹു വയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ലം യതഫറഖാ ഹത്താ തുഗ്ഫറ ദുനൂബുഹുമാ മാ തഖദ്ദമ മിൻഹാ മാ തഅഖർ. പരസ്പരം രണ്ടാളുകൾ കണ്ടുമുട്ടി, അവർ കൈമുസാഫഹത്ത് ചെയ്തു, സലാത്തു ചൊല്ലി, എന്നാൽ അവൻ്റെ എല്ലാ കഴിഞ്ഞുപോയ ദോഷങ്ങളും വരാനിരിക്കുന്ന ദോഷങ്ങളും വിട്ടുപൊറുക്കപ്പെടും എന്ന ഹദീസ് കാണാം. അതവിടെ തന്നെ പറയുന്നു, തുസന്നുൽ മുസാഫഹത്തു മൽ ബശാശ ബിൽ വജ്ഹി, നല്ല മുഖപ്രസന്നതയോടുകൂടെ പുഞ്ചിരിയോടുകൂടെ കൈമുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. വദ്വാഇമിൽ മഗ്ഫിറ, ദോഷം വിട്ടുപൊറുക്കാനും ഗൈരിഹ അല്ലാത്തത് കൊണ്ടും പ്രാർത്ഥിക്കലും സുന്നത്താണ്. വയുസന്നു തഖ്ബീലു യദി നഫ്സിഹി ബഅദൽ മുസാഫഹ, അങ്ങനെ പരസ്പരം മുസാഫഹത്ത് ചെയ്തതിൻ്റെ ശേഷം അവനവൻ്റെ കൈയിനെ ചുംബിക്കൽ സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്താൽ തൻ്റെ സഹോദരൻ്റെ ബർക്കത്ത് ഇവനിക്ക് കിട്ടുമല്ലോ. ആ കൈനെ, സ്വന്തം കൈനെ ചുംബിക്കൽ സുന്നത്താണ്. ഖാലഹു ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വതുസന്നുൽ മുസാഫഹത്തു ഇൻദ തലാഖി, പരസ്പരം കണ്ടുമുട്ടിയാൽ പെരുന്നാളിനാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ കണ്ടുമുട്ടിയാൽ സുന്നത്താണ്. മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. സവാഉൻ ഫീൽ ഹാളിറു വൽ ഖാദിമു മിൻ സഫർ, നാട്ടിലുള്ള ആളാകട്ടെ അല്ലെ യാത്ര പോയവനാകട്ടെ പരസ്പരം കണ്ടുമുട്ടിയാൽ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. പിന്നൊരു കാര്യം നമ്മുടെ മനസ്സിലാക്കേണ്ടത്, മുആനക്കത്ത് ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. മുആനക്കത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം കെട്ടിപ്പിടിച്ച് നെറ്റി ചുംബിക്കുക, ഇങ്ങനെ പരസ്പരം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ആ മുആനക്കത്ത് സുന്നത്തുണ്ടോ? അത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവനിക്ക് മുആനക്കത്ത് സുന്നത്താണ്. യാത്ര പോയിട്ടുണ്ട്, കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് എങ്കിൽ അവിടെ കണ്ടുമുട്ടിയാൽ പരസ്പരം കൈകൊടുത്ത് കോർത്തു പിടിക്കൽ സുന്നത്തുണ്ട് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകള് പെരുന്നാളിൻ്റെ അന്ന് എല്ലാ പള്ളികളിലും നിരന്തരമായിട്ട് ചെയ്യാറുണ്ട് മുആനക്കത്ത്, പരസ്പരം കോർത്ത് ഇണക്കിക്കൊണ്ട് സ്നേഹ സന്ദേശം കൈമാറലുണ്ട്. ഇത് പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ് ചില സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അതിലൂടെ സ്നേഹബന്ധം പുലർത്തലും അതുപോലെ തന്നെ വൈരാഗ്യം ഇല്ലായ്മ ചെയ്യലും, പരസ്പരം വിദ്വേഷമുള്ള ഈ കാലഘട്ടത്ത്, ഫിത്നകളുള്ള കാലഘട്ടത്ത്, അസൂയ നിറഞ്ഞ കാലഘട്ടത്തിൽ, ഗീബത്തും നമീമത്തും അതുപോലെ തന്നെ ഫസാദുകളും നിറഞ്ഞ കാലഘട്ടത്തിൽ
ഒരു മനുഷ്യനിക്ക് നന്നാകാൻ, മനുഷ്യൻ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വലിയ അവസരമാണ് പെരുന്നാളിൻ്റെ അന്ന് ഏത് ദ്വേഷമുള്ളവനും പരസ്പരം കൈകൊടുത്ത് ചേർത്തിണക്കിയാൽ അവനിക്ക് ഈമാനികമായ ബന്ധം വർദ്ധിപ്പിക്കലാണ് ചെയ്യുക. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പൊ കിതാബുകളിൽ കാണാമല്ലോ, യാത്രയിൽ നിന്ന് വന്നവനെ പോലത്തെ ആളുകൾക്ക് മാത്രമേ ഇത് സുന്നത്തുള്ളൂ, അല്ലാത്തവനിക്ക് കറാഹത്താണെന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ മറുപടി പറയാം. പക്ഷേ ആ മസലയുടെ അപ്പുറത്ത് വേറെ ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. ഔ തബാഉദ് ലിഖാഇൻ ഉർഫ, പരസ്പരം കണ്ടുമുട്ടൽ വിദൂരമായിട്ടുണ്ട് എങ്കിൽ അപ്പോഴും എന്താണ് മുആനഖത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നാട്ടിലുള്ള ആളുകൾ തന്നെ ജോലിക്കുള്ള തിരക്കിലുള്ള ഉണ്ടാവും. പരസ്പരം സംസാരിക്കാനോ പരസ്പരം കണ്ടുമുട്ടാനോ പരസ്പരം ബന്ധപ്പെടാനോ സമയ സൗകര്യമില്ല. ഓരോരുത്തർക്കും അവനവൻ്റെതായ ബിസികളാണ്. മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ബോംബെയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, ഗൾഫിൽ ജോലി ചെയ്യുന്ന അവരൊക്കെയും നാട്ടിലേക്ക് എത്തുന്നത് പെരുന്നാളിൻ്റെ അന്നാണ്. അതുപോലെ തന്നെ നാട്ടിൽ ജോലി തിരക്ക് കൊണ്ട് പരസ്പരം അയൽവാസികൾ തന്നെ വിഷയം പറയാനുള്ള സമയ സന്ദർഭം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുമുട്ടുന്ന, നാട്ടുകാർ എല്ലാവരും കണ്ടുമുട്ടുന്ന, വിദേശത്തുള്ളവരും അതുപോലെ തന്നെ ജോലി തിരക്കിലുള്ള ആളുകളൊക്കെയും കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം പെരുന്നാളായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടാൻ സൗകര്യമുള്ളത് കൊണ്ട് ആ മുആനഖത്ത് ചെയ്യൽ സുന്നത്തും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഇബാറത്ത് നോക്ക് നിങ്ങൾ, എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, വതുഖറഉൽ മുആനഖത്ത് വത്തഖ്ബീലു ഫിർറാസി, പരസ്പരം കോർത്തിണക്കി തലയിൽ ചുംബിക്കൽ ഖറാത്താണ്. ഇല്ലാ ലിഖാദിമി മിൻ സഫരിൻ, യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവനിക്ക് മാത്രം സുന്നത്തുള്ളൂ, അല്ലാത്തവനിക്ക് ഖറാത്താണ്. യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവനിക്ക് സുന്നത്താണ്, അല്ലാത്തവനിക്ക് ഈ പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ചുംബനം നടത്തൽ ഖറാഹത്താണ്. ഔ തബാഉദിൽ ലിഖാഇൻ, രണ്ടാമത്തെ മസല ഞങ്ങൾക്ക് പെടുത്താൻ കഴിയും. പെരുന്നാളിന്റെ ഈ മുആനഖത്ത് പരസ്പരം കോർത്തിണക്കൽ രണ്ടാമത്തെ മസല ഞങ്ങൾക്ക് പെടുത്താൻ കഴിയും. ഔ തബാഉദിൽ ലിഖാഇൻ ഉർഫ, അല്ലെങ്കിൽ നാട്ടുപതിവിൽ പരസ്പരം കണ്ടുമുട്ടൽ വിദൂരത്താണ്, അവർക്ക് പരസ്പരം എപ്പോഴും സംസാരിക്കാനോ കണ്ടുമുട്ടാനോ ഒക്കെ സാധിക്കുന്നില്ല, അതിന് പിന്നീട് അവർ കണ്ടുമുട്ടിയെങ്കിൽ അപ്പോഴും സുന്നത്തുണ്ട്. അപ്പൊ പെരുന്നാളിൻ്റെ അന്നാണ്. ചിലപ്പോൾ അയൽവാസി ആയിരിക്കാം, പക്ഷെ അയൽവാസി തമ്മിൽ സംസാരിച്ചേ ഉണ്ടാവില്ല മാസങ്ങളോളം, ആഴ്ചകളോളം. എന്തുകൊണ്ട്? അവരുടെ പണിന്റെ തിരക്കാണ്, ബിസിയാണ്. അതുപോലെ തന്നെ ജോലി, ഇങ്ങനത്തെ തിരക്ക് കൊണ്ട് അവർ പരസ്പരം കണ്ടുമുട്ടിട്ടേ ഉണ്ടാവില്ല. പെരുന്നാൾക്കാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടുമുട്ടൽ വിദൂരത്തായതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് അവർ കണ്ടുമുട്ടുമ്പോ അപ്പോൾ മുആനഖത്ത് സുന്നത്താണ് എന്ന മസലയിൽ നമുക്ക് പെടുത്താൻ കഴിയും. അപ്പോൾ പരക്കെ അനിഷേധ്യമായിട്ട്, അതായത് കണ്ണടച്ചുകൊണ്ട് തന്നെ അത് സുന്നത്തില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഫസുന്നത്തുൻ ലിൽ ഇത്തിബാ. യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവനോ അല്ലെങ്കിൽ പരസ്പരം ബിസി കാരണം കൊണ്ടോ ജോലി കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള തിരക്കാരണം കൊണ്ടോ കണ്ടുമുട്ടൽ വിദൂരത്തായതുകൊണ്ടോ, എന്നാൽ അവിടെ ഈ മുആനഖത്ത് സുന്നത്താണ് ലിൽ ഇത്തിബാ. അപ്പൊ പെരുന്നാളിന്റെ മുആനഖത്ത് പരസ്പരം കണ്ടുമുട്ടൽ വിദൂരത്താണ് എന്ന ഹുക്കുമിൽ വെച്ചുകൊണ്ട് ഇത് സുന്നത്താണെന്ന് നമുക്ക് പറയാം. എന്ന് പറയാം. ഇതെല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ഉള്ള മസ്അലയാണ്. ഇനി നോക്ക് നിങ്ങൾ, ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന ഒരു മക്കക്കാരനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഏകദേശം മസലകളൊക്കെ ഷാഫി മദ്ഹബിനൊക്കെ നല്ല യോജിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അധികം ആളുകളൊക്കെ ഇബ്നു ഉസൈമീൻ 2001 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ഈ ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹുക്കുമുൽ മുസാഫഹത്തി വൽ മുആനഖത്തി ബഅദ സ്വലാത്തിൽ ഈദ്, പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം പരസ്പരം മുആനഖത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ മുസാഫത്ത് ചെയ്യുന്നതിന്റെ വിധി എന്താണ് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ലാ ബഅസ ബിഹാ, അതിൽ എന്തൊരു തെറ്റൊന്നുമില്ല.
അതിനെ എതിർക്കേണ്ടതില്ല. എന്തുകൊണ്ടില്ലേ? അത് അള്ളാഹുവിലേക്കുള്ള ഒരു ഇബാദത്താണെന്നും അതുപോലെ തന്നെ ഒരു ഖുർബത്താണ് എന്ന നിലക്ക് അതവർ ചെയ്യുന്നതല്ല. അത് പതിവും ഒരു ആദരവും ബഹുമാനത്തിന്റെ സൂചകയായിട്ട് അവർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. മൂപ്പറും അതിനെ എതിർത്തിട്ടില്ല. അത് ഇബാദത്തും ഖുർബത്താണെന്ന് വെച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. പിന്നെ അതൊരു ബഹുമാനവും സ്നേഹ സന്ദേശം കൈമാറുന്നു എന്നതിലേക്കാണ് എന്ന് ഇബ്നു ഉസൈമീന്റെ മജ്മൂൽ ഫത്താഹ 16-ാം വാല്യം 209-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാനത് പറഞ്ഞതല്ല. നമുക്ക് ഫിഖഹിന്റെ ഉലമാക്കളുടെ സലഫു സ്വാലിഹീങ്ങളുടെ ഉലമാവിന്റെ ആ തബാഉദിക്ക എന്ന ആ മസലയിൽ നമുക്ക് പെടുത്താൻ കഴിയും. അതോടൊപ്പം നാം പിന്നെയും കൂടി മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അസൂയകൾ നിറഞ്ഞ കാലമാണ്, പരസ്പരം കുടുംബബന്ധം മുറിച്ച കാലമാണ്. അതുപോലെ തന്നെ പരസ്പരം സ്ഥലത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഒരു മനുഷ്യനിക്ക് സ്നേഹബന്ധം പുലർത്താൻ, അതുപോലെ തന്നെ മനസ്സിലുള്ള അസൂയ നീക്കാൻ, മനസ്സിലുള്ള വൈരാഗ്യം നീക്കാൻ, മനസ്സിലുള്ള പക നീക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മുആനക്കത്ത് അത് ചെയ്യലോടുകൂടെ പരസ്പരം എന്താകുന്നുണ്ട്? ആ വൈരാഗ്യം ഇല്ലാതെയാകുന്നു. ആ ഒരു ഖുസൂസിയത്തിനെയും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുആനക്കത്തിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ സാധാരണക്കാരായ ആൾക്കാർ പറയലുണ്ട്, പള്ളിയിൽ കണ്ടുമുട്ടിയിട്ട് പെരുന്നാളിലൊന്നും കണ്ടുമുട്ടിയിട്ട് എന്നോട് മുണ്ടിയിട്ടില്ല, കൈ കൊടുത്തിട്ടും എനിക്ക് ഒന്നാക്കിയിട്ടില്ല, കൈ തന്നിട്ടില്ല എന്നുള്ള ഒരു ബേജാറ് പറയലുണ്ട്. ആ പെരുന്നാളിനെന്ന് കൈ കൊടുത്ത് കോർത്തിണക്കിയാൽ അവനിക്ക് ഏത് പക ഉണ്ടെങ്കിലും, ഏത് ദ്വേഷമുണ്ടെങ്കിലും, ഏത് ചൊടിയുണ്ടെങ്കിലും അവനത് മറന്നു കളയും ആ മുആനക്കത്ത് കൊണ്ട്. അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നും കൂടി ഈ സന്ദർഭത്തിൽ എൻ്റെ വിശദീകരണം എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു.